ഇതുവരെ ആ CK ചന്ദ്രബോസ് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും 2 പേര് കൂടി വരാനുണ്ട്. ആ ഗുണ്ട ശരവണനും പിന്നെ മറ്റൊരു ലേഡി. 3 പേരും എത്തിയ ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് കടക്കാവൂ. ഷുവർ മാഡം. പറഞ്ഞ ഫോഴ്സ് മുഴുവൻ സ്ഥലത്തുണ്ടല്ലോ. രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കരുത്. ഇല്ല മാഡം, ഫോഴ്സ് വളർന്നിട്ടുണ്ട്. ഗൗതം വാ. മാഡം അവിടെയാണോ? ഇവൻ തന്നെയാണ് എന്നെ കൊല്ലാൻ വന്നത്. ഗൗതം പ്ലീസ് സൈലൻസ്. നമസ്കാരം സർ. മാഡം ഇതുവരെ എത്തിയില്ലേ? ചെറിയ പ്രശ്നങ്ങളുണ്ട്, എങ്കിലും വരാതിരിക്കില്ല. എന്താ സാർ പ്രശ്നം? നമ്മുടെ ഈ മീറ്റിംഗിന്റെ കാര്യം ചെറുതായിട്ടൊന്ന് ലീക്കായി പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആണോ? പണി പാളോ സാറേ? ഏയ് ഇല്ല ശരവണ, ഉർവശി ശാപം ഉപകാരമായെന്ന് കരുതിയാൽ മതി. എല്ലാം നല്ലതിനാ. എന്നാലും മാഡം വരാതിരിക്കൊന്നും ചെയ്യില്ലല്ലോ. വാക്ക് പറഞ്ഞാൽ അത് തെറ്റിക്കാറില്ല പുള്ളിക്കാരി. കുറച്ച് വൈകിയായാലും ആളെത്തിക്കോളും. ശിവാനി ഇതുവരെ വന്നില്ലല്ലോ. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാനും പറ്റുന്നില്ല. ഇതിൽ കൂടുതൽ നമുക്ക് അടുത്തേക്ക് പോകണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ശിവാനി വരും, അത് ഉറപ്പാ. ഞാൻ പറഞ്ഞില്ലേ അവള് വരുമെന്ന്. ദേ എത്തി. വസുന്ധരാമ എന്താ ഇവിടെ? ഇത് ഗൗതമിന്റെ ആന്റി അല്ലേ? അതെ, പക്ഷെ ഞങ്ങള് പ്രതീക്ഷിച്ചത് ശിവാനിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഗൗതം. അപ്പൊ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വസുന്ധര ആന്റി ആയിരുന്നു. വെൽക്കം വസുന്ധര മാഡം. അപ്പോ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് വസുന്ധരാമയായിരുന്നു. CKC എത്തിയിട്ട് കുറെ നേരമായോ? ഡോണ്ട് വറി, വസുന്ധരയെ പോലെ ഒരാൾക്ക് വേണ്ടി എത്ര നേരം വേണേലും കാത്തിരിക്കും CKC. നമ്മുടെ ഈ മീറ്റിംഗ് അധികം നീട്ടുന്നത് സേഫ് അല്ല. സോ വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാറ്റ്സ് ഗുഡ്. ഇന്നത്തെ ഈ മീറ്റിംഗിനെ കുറിച്ച് CKC പറയുമ്പോൾ ഞാൻ സമ്മതിച്ചത് തന്നെ ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ മുമ്പിൽ ഒന്ന് തോറ്റു തരാൻ വേണ്ടിയാ. ഈ തോൽവി എന്റെ മോന് വേണ്ടി ആയതുകൊണ്ട്
എനിക്കതിലൊട്ടും വിഷമവും ഇല്ല. നിധിയെ ഗൗതമിൽ നിന്ന് ഒഴിവാക്കിയെടുക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അതേ വഴിക്കാണ് CKCയും പോകുന്നതെന്നറിഞ്ഞപ്പോ ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെക്കാമെന്ന് കരുതി. കൊന്നിട്ടായാലും അവളെ ഒന്ന് ഒഴിവാക്കി തരണം. നിധിയെ തീർത്തെടുക്കുന്നതിന് എന്ത് കോസ്റ്റ് ആവുമെന്ന് CKC പറഞ്ഞാ മതി. അത് ഞാൻ തരും. ഇങ്ങനെ ജനുവിനായ ഒരു കാര്യം വസുന്ധര എന്നോട് പറയുമ്പോൾ അതിന് ഞാനൊരു വില പറയുന്നത് ശരിയല്ല. ദേ നിൽക്കുന്നു പുലി, ശരവണൻ. ശരവണ, ഇവൻ സാധിച്ചു തരും കാര്യം. എന്ത് പറയുന്നു ശരവണ? ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെയാണ് സർ. ശവം പോലും പുറത്ത് കാണിക്കില്ല. അതെ, കൊന്നു കളഞ്ഞേക്കണം. മിസ്സിംഗ് ആണെന്നേ പുറത്തു വരാവൂ. മാഡം ധൈര്യമായിട്ടിരിക്കെ, അവളുടെ കാര്യം ഞാൻ ഏറ്റു. അവരെന്താ സംസാരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായിരിക്കും അവര് സംസാരിക്കുന്നത്? എനിക്കിപ്പോ പലതും മനസ്സിലാവുന്നുണ്ട്. അതിലേറ്റവും വലിയ പാഠം മുഖത്തു നോക്കി ചിരിക്കുന്നവരെല്ലാം സ്നേഹിക്കുന്നവരല്ല എന്ന് മനസ്സിലായതാണ്. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. നിധിയെ അവസാനിപ്പിച്ചു തരുന്നതിന് ഞാൻ CKCക്ക് ഒരു പ്രത്യുപകാരം ചെയ്യണമല്ലോ. ചോദിക്കുന്നില്ല, പറഞ്ഞോളൂ. എന്ത് തരാൻ പറ്റും? ബിസിനസ്സിൽ CKCയുടെ ഒരേ ഒരു എതിരാളി ഈശ്വരമംഗലം ഗ്രൂപ്പും ഗൗതമുമാണ്. ഒരുറപ്പും ഞാൻ തരാം. ബിസിനസ്സിൽ ഇനി ഒരിക്കലും CKCക്ക് ഒരു ശല്യമായി ഗൗതം വരാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. അവന് ജന്മം കൊടുത്തത് ഞാനല്ലെന്നേ ഉള്ളൂ. പക്ഷേ അവൻ അമ്മയാണ് ഞാൻ. എന്റെ മോനാണ് അവൻ. ഇനിയെങ്കിലും ഗൗതമിന്റെ മനസ്സിനോ ശരീരത്തിനോ ഒരു പോറല് പോലും CKC കാരണം ഉണ്ടാവാൻ പാടില്ല. അവന് പകരം ഒരു ഇരയായി ഞാൻ നിധിയെ അങ്ങോട്ടിട്ട് തരാം. അവൾ എന്ന ശല്യം ഒഴിവാവണം. ഗൗതമിനെ സേഫായി എനിക്ക് തിരികെ കിട്ടുകയും വേണം. പറ്റൂ CKCക്ക്? ഇൻട്രസ്റ്റിംഗ് വസുന്ധര. ഇങ്ങനൊരു വെടിനിർത്തൽ വസുന്ധര പ്രഖ്യാപിക്കുമ്പോൾ നോ എന്ന് പറയുന്നത് എങ്ങനെയാ? എഗ്രീഡ്. കണ്ടില്ലേ, ഞാൻ അമ്മയെന്ന് വിളിച്ച് സ്നേഹിച്ചവർ എന്റെ ശത്രുവിന് കൈ കൊടുത്ത് സംസാരിക്കുന്നത്. എന്നെ കൊല്ലാൻ നോക്കിയ കൊലയാളിയെ കാവല് നിർത്തിയിരിക്കുന്നു. മാഡം, ഇനിയും ഹോൾഡ് ചെയ്യണോ? നമ്മൾ അറസ്റ്റിലേക്ക് പോട്ടെ? യെസ്, അതിലൊരാൾ പോലും എസ്കേപ്പ് ആവരുത്. കമോൺ. മൈ സ്റ്റോപ്പ്. വേണ്ട, അവരെ വിട്ടേക്ക്. വാട്ട് യു മീൻ? ഗൗതം എന്തായി പറയുന്നേ? എന്താ ഗൗതം ഇത്? അവരെ അറസ്റ്റ് ചെയ്യണ്ടെന്നാണോ പറയുന്നത്? ഇപ്പവരെയും കൂടെ നിന്ന് ഒറ്റുന്നവളെന്ന പേര് ശിവാനിക്കായിരുന്നു. ഇപ്പൊ സത്യം എന്താണെന്ന് കൺമുന്നിൽ കണ്ടില്ല നിധി നീ? ആ നിൽക്കുന്നത് എന്റെ മനസ്സിൽ ഞാൻ അമ്മയായി കണ്ട സ്ത്രീയാ. ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അവർക്കിനി എന്ത് ശിക്ഷ വാങ്ങിക്കൊടുത്താലും എനിക്ക് തന്ന വേദനയ്ക്ക് പകരമാവില്ല.